Good morning, future managers. Welcome to our channel MBA Chaser. So, നമ്മൾ LRDA സെക്ഷനിലെ DA പാർട്ടിൻ്റെ അകത്തുള്ള പൈ ചാർട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പൈ ചാർട്ടിൻ്റെ അകത്തുള്ള എല്ലാ ഫൗണ്ടേഷൻസും എല്ലാ ബേസിക്സും നമ്മൾ ഇതിൻ്റെ അകത്ത് പറയും. അറിഞ്ഞുകൂടാത്തവർക്ക് ഇതോടെ തന്നെ ക്ലിയർ ആവുന്നതാണ്. അതെൻ്റെ ഉറപ്പാണ്. സോ ഞാൻ ഇപ്പം എന്താ ഈ ഒരു പൈ ചാർട്ട് എടുക്കുകയാണ്. കാണാമല്ലോ എല്ലാവർക്കും? ഇത് വലുതാക്കണം, ശകലം വലുതാണ്. ഇങ്ങനെയായിരിക്കും നമ്മളെ പൈ ചാർട്ട്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ പൈ ചാർട്ട് എങ്ങനെയാണ് ഇരിക്കണതെന്ന്. അറിഞ്ഞുകൂടാത്തവർക്ക് ഇതാണ് പൈ ചാർട്ട്. ഈ പൈ ചാർട്ടിൻ്റെ അകത്ത് അവർ പെർസെൻറ്റേജിലും തരും. പിന്നെ അവർ തരണത് എന്തോന്നിലായിരിക്കും, ഡിഗ്രിയിലും ആയിരിക്കും. എന്ന് പറയുമ്പോൾ ഇപ്പോൾ 90 ഡിഗ്രി ആയിരിക്കും, 75 ഡിഗ്രി ആയിരിക്കും, 72 ഡിഗ്രി ആയിരിക്കും, ഡിഗ്രീസിലായിരിക്കും തരണം. അതിന് നമ്മൾ പെർസെൻറ്റേജിലോട്ടാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് അല്ലാതെയും കണ്ടുപിടിക്കാൻ പറ്റും. അതിനെ പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കാം. സോ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് പെർസെൻറ്റേജും ഡിഗ്രീനെ പറ്റിയും ഈ പൈ ചാർട്ടിനെ പറ്റിയാണ്. അതിലെ പെർസെൻറ്റേജും ഡിഗ്രിയും എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതാണ് ബേസിക്സ്. അപ്പോൾ നമ്മൾ ഈ പൈ ചാർട്ടിൻ്റെ അകത്ത് നമ്മളടുത്ത് ഇതായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. ഇപ്പം നമ്മൾ ABCD എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ആൻ കോളേജ് ABCDE. ഇങ്ങനെ 5 കോളേജസിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അവരെ എല്ലാവരെയും കൂടി ടോട്ടലാണ് നമ്മൾ 5000. ഇത് മനസ്സിലായ? അപ്പോൾ നമ്മളടുത്ത് ചോദിക്കുകയാണ് ഈ എയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് കോളേജസ്. അപ്പോൾ ഇപ്പം നമ്മളടുത്ത് ചോദിക്കുകയാണ് ഫൈൻ ദി ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എയിൽ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 10% പ്ലസ് 15% പ്ലസ് 20% പ്ലസ് 25% പ്ലസ് പെർസെൻറ്റേജാണ് 30%. അപ്പോൾ 55, 75, 80, 90, 100% നമുക്ക് ടോട്ടൽ അല്ലേ? ആ 100%ൻ്റെ ടോട്ടലാണെങ്കിൽ അത് എത്ര പേരാണ് അതിൽ ടോട്ടൽ ഉള്ളത്? 5000 പേര്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 1% കണ്ടുപിടിക്കാൻ തോന്നുന്നു. 5000 ഡിവൈഡഡ് ബൈ 100 എന്ന് ചെയ്താൽ പോരെ? അപ്പോൾ ഈ 100 വെട്ടിയാൽ 50. അപ്പോൾ 1%ന് 50 പേരാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്ക് എത്ര പേരാണുള്ളത്? എന്ന് പറഞ്ഞാൽ നീല കളർ. അപ്പോൾ എക്ക് നീല തന്നെ എടുക്കാം. നീല തന്നെ എക്ക് എത്ര പേര് വരും? എക്ക് 10% അല്ലേ? 10% ആകുമ്പോൾ 10% ഇൻറ്റു 50 ആകുമ്പം 500 പേരായിരിക്കും. ഏതിൽ? ഈ എയിൽ നിൽക്കുന്ന ആളുകൾ. എയിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്ര പേരായിരിക്കും? 500 പേരായിരിക്കും. അപ്പോഴും നമുക്ക് ബി എടുക്കാം. ബി ഏതാണ് കളറ്? ഇത് കാവി കളർ ബി എത്ര പേരാണ്? 15 പേരാണ്. സോ 15 പേരാണെങ്കിൽ 15 പേരെ ഇൻറ്റു 50 ആകുമ്പോൾ എത്ര കിട്ടും? 50, 25, 75, 750 നമുക്ക് കിട്ടും. മനസ്സിലായ? സോ ഇനി നമുക്ക് 20 അതെടുത്തിട്ട് കാര്യമില്ലടേ. ഞാൻ ഒരു ഗ്രീൻ എടുക്കാം. ഗ്രീൻ എടുക്കുമ്പം സി എത്ര? 20% ആണെങ്കിൽ ഇൻറ്റു 50 എത്ര? 1000. മനസ്സിലായ? അങ്ങനെയാണെങ്കിൽ ഡി യെല്ലോ എത്ര? ഡി എന്ന് പറയണത് 25 ഇൻറ്റു 50 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 1250 എന്ന് കിട്ടും. മനസ്സിലായ? അപ്പോൾ നമുക്ക് ഏതെല്ലാം കിട്ടി? 10% കിട്ടി, 15%. എ കിട്ടി, ബി കിട്ടി, സി കിട്ടി, ഡി കിട്ടി. അടുത്ത് ഇ കിട്ടണം. അപ്പോൾ ഇ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ആകാശനീലാണ്. ഇ എന്ന് പറയുന്നത് 30%. 30% ഇൻറ്റു 50 അപ്പോൾ എത്ര? 150 എഴുതി, 1 0 2 0, 1500 കിട്ടി. ഇതെല്ലാത്തിൻ്റെയും കൂടി സമ്മല്ലേ 5000. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാം കൂടി ഒന്ന് കൂട്ടി നോക്ക്. എല്ലാത്തിൻ്റെയും കൂടി വാല്യൂ കൂട്ടി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 5000 ആണ്. ഇങ്ങനെയാണ് നമ്മൾ പൈ ചാർട്ട് ചെയ്യുന്നത്. പൈ ചാർട്ട് ചെയ്യണമെങ്കിൽ പെർസെൻറ്റേജിലാക്കുന്നു. പെർസെൻറ്റേജിലുള്ളതിനെ ടോട്ടൽ നമ്പറുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ 1% എത്ര കിട്ടുന്നു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ ഈച്ച് കോളേജസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായ? ഇങ്ങനെയാണ് നമ്മൾ പൈ ചാർട്ട് ചെയ്യുന്നത്. ഇപ്പം നമ്മളടുത്ത് പൈ ചാർട്ട് നമ്മൾ ഡിഗ്രീസിൽ ചോദിക്കും. അങ്ങനെ ഡിഗ്രീസ് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നതാണ് നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത്. നമ്മുടെ ഇൻ പെർസെൻറ്റേജിൽ നമ്മളെ ടോട്ടൽ എത്രയാണ്? ടോട്ടൽ എത്രയാണ്? 100 അല്ലേ? 100% അല്ലേ? ഇൻ ഡിഗ്രി എത്രയാണ്? ഡിഗ്രിയിൽ എത്രയായിരിക്കും നമ്മളെ ടോട്ടൽ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കില്ലേ? ഒരു സർക്കിൾ എടുക്കുകയാണെങ്കിൽ
ആ സർക്കിളിൻ്റെ മൊത്തം എന്ന് പറയുന്നത് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ അതാണ് നമ്മൾ കോൺസെപ്റ്റ്. അപ്പം നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എ ഈസ് ഈക്വൽ ടു 36 ഡിഗ്രി. സോ ഹൗ മെനി പെർസെൻറ്റേജ് 36 ഡിഗ്രി ബൈ 360 ഡിഗ്രി എന്നാണ് നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എന്ന് പറയുമ്പം ഹൗ മെനി പെർസെൻറ്റേജ് 36 ഫ്രം 360 ആണ്. 360 36 എത്ര ശതമാനം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 360 നമ്മൾ താഴെ എഴുതും. മണ്ടേയിൽ 36 എഴുതും, ഇൻറ്റു 100 ചെയ്യും. അപ്പോൾ ഇത് 36 ഇതും വെട്ടിപ്പോയാൽ 10 1/10% അല്ലേ? അല്ലെങ്കിൽ ഇതാണ്ട് ഇവിടെ 0 വെട്ടിക്കളഞ്ഞ് എന്തോന്നായി? 10%. സോ ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം, അപ്പം നമുക്ക് ഡിഗ്രീനെ പെർസെൻറ്റേജിലോട്ട് കൺവെർട്ട് ചെയ്യണം. അങ്ങനെ ആയിരിക്കും നമ്മൾ മിക്ക ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. അപ്പം 100% എന്ന് പറയുന്നതല്ലടാ 360 എന്ന് പറഞ്ഞാൽ ഒരു പൈ ചാർട്ട് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മൊത്തം എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ 100% ആയിരിക്കില്ലേ 360. സോ നമുക്ക് അപ്പം 10% ആണെങ്കിൽ എത്രയായിരിക്കും? ഇവിടെ ഡിവൈഡഡ് ബൈ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർസെൻറ്റേജിൽ, ഇവിടെ ഡിവൈഡഡ് ബൈ 10 ചെയ്യുകയാണെങ്കിൽ ഇവിടെയും ഡിവൈഡഡ് ബൈ 10 ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും? 36 എന്ന് കിട്ടും. അപ്പം 1% ആണെങ്കിൽ ഇവിടെ ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ ഇവിടെയും ഡിവൈഡഡ് ബൈ 10 ചെയ്യും. അപ്പം 1% ആണെങ്കിൽ നമുക്ക് എന്തോന്ന് എഴുതാം? 3.6 എന്ന് എഴുതാം അല്ലേ? എഴുതിക്കൂടെ? സോ ഇനി നമ്മൾ എങ്ങനെ ചെയ്യാനെന്ന് നോക്കാം. ഇപ്പം നമ്മളടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ 72 ഡിഗ്രീൻ്റെ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യും? 72 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 100 എന്ന് പറഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? എന്ന് പറയുമ്പോൾ എന്താ ഇവിടെ കട്ട് ചെയ്ത് 1 10 2 5 20 എന്ന് പറഞ്ഞ് എഴുതി വെക്കുമോ? ഇത്രയും ടൈം എടുത്ത് ചെയ്യാൻ നല്ല, നമുക്ക് കേറ്റായാലും ഏതൊരു എക്സാം ആയാലും നമുക്ക് ടൈമാണ് ഏറ്റവും വലുത്. അപ്പം നമ്മൾ എന്ത് ചെയ്യോടാ? നമ്മൾ ഇതിനെ പെർസെൻറ്റേജിലോട്ടാക്കാൻ നമ്മൾ നോക്കും. നമുക്കറിയാം ഇത് നമ്മൾ പഠിച്ചു വെച്ച വാല്യൂസാണ്. 100% വന്നാൽ 360, 10% വന്നാൽ 36, 1% വന്നാൽ 3.6, പിന്നെ 5% വരാണെങ്കിൽ എന്തോന്നാണ്? 18 ഡിഗ്രിയാണ് അല്ലേ? ഇതെല്ലാം നമുക്കറിയാനുള്ള ഒരു കാര്യമാണ്. ഇതെല്ലാം ഡിഗ്രിയാണ്. ഡിഗ്രി അപ്പോൾ 18 ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിനും നമ്മുടെ ക്വസ്റ്റ്യൻ ഈ ഡിഗ്രീസ് തരുന്നത് 18ൻ്റെയോ 36ൻ്റെയോ ടേബിൾസ് ആയിരിക്കും. വിച്ച് വിൽ ബി ദി മൾട്ടിപ്പിൾസ് ഓഫ് 18 and 36 ആയിരിക്കും. മനസ്സിലായ? 18ൻ്റെയോ 36ൻ്റെയോ മൾട്ടിപ്പിൾസ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ പെർസെൻറ്റേജിൻ്റെ ഇത് തരുന്നത്. ഇതുണ്ട് നോക്ക്, 72 എന്തോന്നാണ്? വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 36 and 18 ആണ്. 36ൻ്റെയോ 18ൻ്റെയോ ആണ്. അപ്പം നമുക്കറിയാലോ 10% എന്ന് പറഞ്ഞാൽ 36 ഡിഗ്രിയാണ്. 10% എന്ന് പറയുന്നത് 36 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 36 ഡിഗ്രി ഇൻറ്റു 2 എത്രയാണ്? 72 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ എഴുതിക്കൂടെ? 10% ഇൻറ്റു 2 എത്ര? 20%. മനസ്സിലായ? ഇങ്ങനെയാണ് നമ്മൾ എന്തോന്ന് കണ്ടുപിടിക്കുന്നത്? ഡിഗ്രിയാ പെർസെൻറ്റേജിലോട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എന്താ എളുപ്പം നോക്കിയാൽ മതി. 72 കൊടുത്താൽ നമ്മൾ എന്തോ ചെയ്യും? 10% 36 എന്ന് അറിയാമെന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ 20% 72 എന്ന് പറയാൻ പറ്റും അല്ലേ? എളുപ്പമല്ലേ? ഇപ്പോൾ നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫൈൻഡ് 90 ഡിഗ്രി, 90% ഫൈൻഡ് ചെയ്യാൻ പറയണം. അപ്പോൾ 36 90 ഇപ്പോൾ 36 മൾട്ടിപ്പിൾ ഓഫ് 90 ഈസ് ദി മൾട്ടിപ്പിൾ ഓഫ് 36 ആണോ? ഇല്ല. കാരണം 36 കുറയ്ക്കുകയാണെങ്കിൽ 4 10 പറ്റുമോ? പോവോ? ഇല്ല. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് നോക്കേണ്ട 18ൻ്റെ ടേബിളാണ് അല്ലേ? 90 18ൻ്റെ ടേബിളാണ്. അപ്പോൾ നമുക്ക് എഴുതാം 5% എന്ന് പറയുന്നത് 18 ആണെങ്കിൽ 90 ഡിഗ്രി എത്രയായിരിക്കും? 18 ഇൻറ്റു 5 അല്ലേ 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഇവിടെയും 5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പം 25 ഡിഗ്രി എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായ? ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങളടുത്ത്. ഇത് മനസ്സിലായില്ല. ഇതല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യണം?
90 ആംഗിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ആംഗിൾ 360 ഇൻറ്റു 100. അപ്പോൾ നമ്മൾ ഇവിടെ ഇതും കട്ട് ചെയ്ത് പോയി. ഇവിടെ 1 4. അപ്പോൾ 100/4 എന്ന് പറയുന്നത് എത്ര? 25 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് എന്ത് പാഠം നോക്കി ഇതിനെങ്കിലേ നമ്മളടുത്ത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഫൈൻഡ് 37.8 ഡിഗ്രി ചോദിക്കുകയാണ്, അതിനെ പെർസെൻറ്റേജിലോട്ടാക്കാൻ. അപ്പോൾ നമുക്ക് അതിനെങ്ങനെ എഴുതാം? 37.8നെ നമുക്ക് 36 ഡിഗ്രി പ്ലസ് 1.8 ഡിഗ്രി എന്ന് എഴുതാം. എഴുതിക്കൂടെ? 36 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്ടാ? 10% അല്ലേ? എടാ 1% എന്ന് പറയുമ്പോൾ 3.6 ആണെങ്കിൽ അതിൻ്റെ പാതിയല്ലേ നമ്മുടെ 1.8 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ അതിനെ പാതി എടുത്താൽ പോരെ? എത്ര കിട്ടും? ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെയും ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പം 1/2% എന്ന് പറയും. 1/2% എന്ന് പറയുമ്പോൾ 0.5%. അപ്പം നമുക്കിവിടെ 0.5% എന്ന് എഴുതിക്കൂടെ? അപ്പം 10.5% എന്ന് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് 5% എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? 18% ആണെങ്കിൽ നമ്മൾ ഒരു പോയിന്റ് മാറ്റിയിട്ട് കൊടുക്കുമ്പോൾ അല്ലേ 1.8. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് മാറ്റിയിട്ട് കൊടുക്കാം, 0.5%. ഇങ്ങനെ ചെയ്താലും നമുക്ക് ഇവിടെ 0.5 കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, മാത്സിൽ നമുക്ക് ഏതൊരു മെത്തേഡും ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലായാൽ മതി. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ആയിരിക്കണം ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഇതിപ്പോൾ ആലോചിച്ച് നോക്ക്, 37.8 ഡിവൈഡഡ് ബൈ 360 ഇൻറ്റു 100 ചെയ്യണത് എന്ത് പാട്. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളടുത്ത് ചോദിക്കുകയാണ്, ഗിവൺ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിൽ ഒരു എക്സാം നടത്തിയപ്പോൾ കുട്ടികൾക്ക് കിട്ടിയ മാർക്കിന് അവർ പൈ ചാർട്ടിൽ മാർക്ക് ചെയ്തപ്പോൾ അതൊരു ആംഗിൾ ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ അതിനെ നമ്മൾ എന്തോന്ന് ചെയ്യണം? പെർസെൻറ്റേജിലോട്ടാക്കണം. എത്ര പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയെന്നായിരിക്കും നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ മാത്സ് എന്ന് പറയുമ്പം നമുക്ക് ഓറഞ്ച് കളറാണ്. ഓറഞ്ച്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആംഗിൾ കൺവെർട്ടഡ് ടു പെർസെൻറ്റേജിൻ്റെ കുറച്ച് ഇത് പഠിക്കണ്ടേ? 100% എന്ന് പറയുമ്പോൾ 360 ഡിഗ്രി, 10% എന്ന് പറയുമ്പോൾ 36 ഡിഗ്രി, 5% എന്ന് പറയുമ്പോൾ 18 ഡിഗ്രി, പിന്നെ 1% എന്ന് പറയുമ്പോൾ 1.8 ഡിഗ്രി, ദെൻ 25% എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? 90 ഡിഗ്രി, ദെൻ 2.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? അത് 9 ഡിഗ്രി. ഇത് ഇത്രയും നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇതുണ്ട്, ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെച്ചേക്കണം. കാരണം നമ്മൾ പലയിടത്ത് നമുക്ക് ആംഗിളിനെ പെർസെൻറ്റേജിലോട്ടാക്കാൻ പറയും. അപ്പോൾ നമ്മൾ ഇത് അറിയാമെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഈ 108ൻ്റെ കേസ് നമുക്ക് എടുക്കാം. 108 എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ, 36ൻ്റെയോ 18ൻ്റെയോ ടേബിളിലായിരിക്കും ആര് പറഞ്ഞത്? 108. അത് ചുക്ക്. അപ്പം 36 ഇൻറ്റു 3 അല്ലേടാ 108. 36 ഡിഗ്രി ഇൻറ്റു 3 നമ്മൾ 108. അപ്പം നമ്മൾ 36 ഡിഗ്രിയെ നമ്മൾ എന്തോന്നാണ് പഠിച്ചിട്ടുള്ളത്? 10%. അപ്പം 10% ഇൻറ്റു 3 30% ആയിരിക്കും നമ്മുടെ ആൻസർ ഇൻ ദി കേസ് ഓഫ് മാത്തമെറ്റിക്സ് കിട്ടിയ. അടുത്ത് നമുക്ക് ഏതെടുക്കാം? സയൻസ് എടുക്കാം, മഞ്ഞ. അപ്പോൾ സയൻസ് എത്രയാണ്? 81%. അപ്പോൾ 81% നമുക്ക് എങ്ങനെ എടുക്കാം? 90% മൈനസ് 9 എന്ന് എഴുതിക്കൂടെ? 90% എന്ന് പറയുമ്പോൾ എന്താണ്? 25%. അപ്പം 25% 9% എന്ന് പറയുമ്പം 2.5% എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും കൂടി കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 22.5% ആയിരിക്കും നമ്മുടെ സയൻസിൻ്റെ മാർക്ക്. മനസ്സിലായ? അപ്പോൾ അടുത്ത് നമുക്ക് എന്തോന്ന് എടുക്കാം? ഇംഗ്ലീഷ് എടുക്കാം. 72 എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാമല്ല എന്തോന്ന്? 36 ഡിഗ്രി ഇൻറ്റു 2 അല്ലേ? 32ൻ്റെ ഇരട്ടിയല്ലേ? അപ്പോൾ നമുക്ക് എന്തോന്ന് എടുക്കാം? 36 എന്ന് പറയുമ്പോൾ 10% ഇൻറ്റു 2 20% എന്ന് കിട്ടിയില്ലേ? ഇതാണ്ട് ഇത്. അടുത്ത് നമുക്ക് എന്തോന്ന് എടുക്കാം? ഒരു ബ്ലാക്ക് തന്നെ എടുക്കാം. ഹിന്ദിക്ക് വേണ്ടി നമ്മൾ ബ്ലാക്ക് എടുക്കുകയാണ്. ഹിന്ദി എന്ന് പറയുന്നത് എത്രയാണ്? 54%. 54 ഡിഗ്രിയാണ്. 54 ഡിഗ്രി എന്ന് കാണുമ്പോഴേ മനസ്സിലാക്കിയോ, 36 ഡിഗ്രി പ്ലസ് 18 ഡിഗ്രി എന്നല്ലേ 54 ഡിഗ്രി അല്ലേ? അപ്പോൾ നമുക്ക് എന്തോന്ന് എഴുതാം? 36 ഡിഗ്രി എന്ന് പറയുമ്പോൾ 10% പ്ലസ് 18 ഡിഗ്രി എന്ന് പറയുമ്പോൾ 5%, ടോട്ടൽ 15%. അല്ലെങ്കിൽ നമുക്ക് 54 എങ്ങനെ എഴുതാം? 18 ഡിഗ്രി ഇൻറ്റു 3
54 എന്നല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 18 എന്ന് പറയുന്നത് എത്രയാണ് ഡിഗ്രി? 5 ഡിഗ്രിയാണ്. ഇൻറ്റു 3 ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 15 ഡിഗ്രി എന്ന് നമുക്ക് 15% എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഹിന്ദി കിട്ടി, ഇംഗ്ലീഷ് കിട്ടി, സയൻസ് കിട്ടി, ദെൻ മാത്സ് കിട്ടി. അപ്പോൾ ഇനി കിട്ടാനുള്ള ആരാണ്? കിട്ടാൻ നമ്മുടെ സോഷ്യൽ സയൻസ് ആണ്. എൻ്റെ പൊന്നോ, കേൾക്കുമ്പോഴേ ട്രോമയാണ് എനിക്കൊക്കെ പണ്ട് പഠിക്കുമ്പോഴേ. അതുവിട്, ചിലർക്ക് മാത്സ് പോലെ നമ്മൾ പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പം 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം 36 ഡിഗ്രി പ്ലസ് 9 ഡിഗ്രിയാണ്. അപ്പം നമുക്ക് എന്തോന്ന് പറയാം? 36 എവിടാ? വേണ്ട, 10% പ്ലസ് 2.5%. അപ്പം 12.5% നമ്മൾ ആൻസർ കിട്ടി. അല്ലെങ്കിൽ നമുക്ക് എടുക്കാം 90 ഡിഗ്രി എന്ന് പറയുന്നത് എന്തോന്നാണ്? 25% അല്ലേ? അപ്പം നമ്മുടെ 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഹാഫ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തോന്ന് എഴുതാം? 12.5% എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇത്ര എളുപ്പമാണ് നമ്മളാ പൈ ചാർട്ട്. നമ്മൾ ഈ ഇത്രയും വാല്യൂസ് ഓൾമോസ്റ്റ് എല്ലാ എക്സാംസിലും നമ്മൾ 18-ൻ്റെയോ 36-ൻ്റെയോ ടേബിളിലോ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇത്രയും വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണോ ചെയ്യാൻ പറ്റും. ഏത് ക്വസ്റ്റ്യൻ വേണോ എന്ന് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ദി പൈ ചാർട്ട് ഷോൺ ബിലോ ഷോസ് ദാറ്റ് ദി ബ്രേക്കപ്പ് ഓഫ് ദി എക്സ്പെൻഡിച്ചറിനെ അത് ബ്രേക്കപ്പ് ചെയ്യണം. അതാണ് നമ്മൾ ഈ പൈ ചാർട്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഒരു പബ്ലിഷർ ബുക്ക് ബൈൻഡ് ചെയ്തും എല്ലാം ചെയ്തെടുക്കാൻ വേണ്ടി എത്ര രൂപയാവുമെന്നാണ് പുള്ളിക്കാരൻ്റെ നിന്നുള്ള എക്സ്പെൻസ് എന്നാണ് നമ്മൾ നോക്കുന്നത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം കോസ്റ്റ് ഓഫ് ദി പേപ്പർ, റോയൽറ്റി, പ്രിൻറ്റിംഗ് ചാർജ്, അഡ്വർടൈസ്മെൻറ്റ് ചാർജസ്, ബൈൻഡിങ് ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ ചാർജസ്, മിസലേനിയസ് ചാർജസ്. അങ്ങനെ അവരെ എക്സ്പെൻസ് ആണ് ഇവിടെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത്. നമുക്കപ്പോൾ ഈ ക്വസ്റ്റ്യനിലോട്ട് പോകാം. എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. സോ ഇപ്പം നമുക്കൊരു എ പാർട്ടിലെ ക്വസ്റ്റ്യൻ, പബ്ലിഷർ എക്സ്പെൻഡിച്ചർ ഇസ് ബ്രേക്ക് ഡൗൺ ഫോർ ദി ബുക്ക് ഈസ് ഗിവൺ ബിലോ. നമ്മളെ ലോയൽറ്റി എമൗണ്ട് എന്ന് പറയുമ്പോൾ 30,000 തന്നിട്ടുണ്ട്. ബൈൻഡേഴ്സ് ചാർജ് എത്രയെന്ന് നമുക്ക് നോക്കണം. നമുക്ക് ബൈൻഡിങ് ചെയ്യണതിന് എത്ര രൂപയാവുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ എത്രയാണ് ലോയൽറ്റി എമൗണ്ട് ആണ് നമ്മളടുത്ത് തന്നിട്ടുള്ളത്. എന്തോന്നാണ് ലോയൽറ്റി എമൗണ്ട്? 30% നമുക്ക് എത്രയെന്ന് തന്നിട്ടുള്ളത്? 30,000 തന്നിട്ടുള്ളത്. സോ നമ്മൾ 1% അപ്പോൾ എത്രയായിരിക്കും? 30,000 ഡിവൈഡഡ് ബൈ 30 ആയിരിക്കും. 30,000 ഡിവൈഡഡ് ബൈ 30 ആയിരിക്കും. അപ്പം കട്ട് ചെയ്ത് പോകുമ്പോൾ എത്രയാവും? 1000 ആവും. 1%-ന് 1000 ആണ്. അങ്ങനെ 1000 എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ എത്രയാണ് നമ്മളെ ബൈൻഡിങ് ചാർജ്? ബൈൻഡേഴ്സ് ചാർജ് എത്രയാണ്? 12%. ദെൻ 12% ഇൻറ്റു 1000 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 12,000 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. മനസ്സിലായി? ഇങ്ങനെയാണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളടുത്ത് എന്തോന്നാണ് ചോദിച്ചിട്ടുള്ളത്? നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള വാട്ട് ഷുഡ് ബി ദി സെൻട്രൽ ആംഗിൾ ഓഫ് എൻ സെക്ടർ ഫോർ ദി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് നമുക്ക് റേറ്റ് ആവുന്നത്? നമ്മളെ പച്ച 4% ആണ്. അപ്പോൾ നമ്മൾ 100% എത്രയാണ്? 100% എന്ന് പറയുന്നത് നമ്മൾ 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ 4% എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം 4% ഓഫ് 360 ഡിഗ്രി എന്നല്ലേ. അപ്പം നമുക്ക് എഴുതാല്ലേ, നമുക്കറിയാമല്ലോ 4% എന്ന് പറയുന്നത് എത്രയാണ്? 3.6 ആണ്. അങ്ങനെയാണെങ്കിൽ 4% എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ഇവിടെ ഇൻറ്റു 4 ചെയ്തില്ലേ, അതേപോലെ ഇപ്പുറത്തും ഇൻറ്റു 4 ചെയ്യുക. ആദ്യം 36 × 4 ചെയ്യുക. എത്രയാണ്? 30, 20, 24. സോ 144 എന്ന് എഴുതി വെക്കല്. പോയിന്റ് വിട്ടുമല്ലോ, ഇവിടെ പോയിന്റ് ഇട്ടിരിക്കുകയാണ്. 14.4 എന്ന് കിട്ടും. അപ്പോൾ അതല്ലാണ് നമ്മളത് ഇവിടെ കിടക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തതെന്ന് അറിയാലോ. വാട്ട് ഷുഡ് ബി ദി സെൻട്രൽ ആംഗിൾ? എന്താണ് സെൻട്രൽ ആംഗിൾ എന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഓഫ് എൻ സെക്ടർ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് എന്നാണ്. മനസ്സിലായോ? സോ ഇങ്ങനെയാണ് നമ്മൾ പൈ ചാർട്ട് ചെയ്യുന്നത്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇപ്പം നമ്മളടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചാർജ് എന്ന് പറഞ്ഞിട്ട് 18,000 രൂപ എന്ന് പറയുമ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ചാർജ് എത്രയാണ്? മഞ്ഞ കളർ ഏതാണ്? 18% എന്ന് പറയുന്നത് 18,000 ആണ്. അപ്പം ഇൻറ്റു 1000 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെ എക്സ്പെൻഡിച്ചർ ടോട്ടൽ എന്ന് പറയുന്നത് 100 അല്ലേ. 100% ആണെങ്കിൽ 100% ഇൻറ്റു 1000. അപ്പോൾ എത്ര കിട്ടും? 2 0 3 0 ഇട്ട് കൊടുത്താൽ നമ്മളെ 1,00,000 എന്ന് കിട്ടും. 1,00,000 എന്ന് കിട്ടും. ഇതാണ്ട് 1,00,000 നമ്മുടെ ആൻസർ. സോ എങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചത്? ദി അഡ്വർടൈസ്മെൻറ്റ് ചാർജ് എമൗണ്ട് ടു ₹18,000 എന്ന്. റുപ്പീസ് ഉണ്ട് 18,000 ആണെങ്കിൽ 18% എന്ന് പറയുമ്പം 18,000 ആണെങ്കിൽ ഇൻറ്റു 1000 ചെയ്യണം. അപ്പം 100% ടോട്ടൽ എന്ന് പറയുമ്പോൾ 100% അല്ലേ. ഇൻറ്റു 1000 ചെയ്യുമ്പോൾ
1,00,000 രൂപ കിട്ടും. മനസ്സിലായ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്തു, ദി ബൈൻഡിങ് ചാർജ് എമൗണ്ട് ടു ദി ₹6,000 ആൻഡ് ദി എക്സ്പെൻസ് ഓഫ് ദി കോസ്റ്റ് ഓഫ് പേപ്പർ. അപ്പോൾ നമ്മൾ ബൈൻഡിങ് ചാർജ് എത്ര? 12% എത്രയിലായിരിക്കും? 6,000. 12,000. അങ്ങനെയാണെങ്കിൽ 1% എത്ര ആയിരിക്കും? 6,000 ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും. അപ്പോൾ നമുക്ക് 500 റുപ്പീസ് എന്ന് കിട്ടും 1%. അങ്ങനെ നമ്മൾ കോസ്റ്റ് ഓഫ് പേപ്പർ എന്ന് പറയുന്നത് 10% ആണ്. അങ്ങനെയാണെങ്കിൽ എന്തോന്ന് കിട്ടും? 500 ഇൻറ്റു 10 എന്ന് ചെയ്യുമ്പോൾ 5,000 ആണ് നമ്മൾ റുപ്പീസ് കിട്ടുന്നത്. മനസ്സിലായ? ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്.